ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ബ്ലോക്കിങ്ങിലെ പ്രോസസ്സാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒരു പക്ഷേ ആഡ്സെൻസ് ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആഡ്സെൻസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ആഡ്സെൻസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണ് കൂടുതൽ കാണേണ്ടത്, ഫുള്ളായിട്ട് കാണുക. ഞാൻ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ്. ഞാൻ ഓൺലൈനിൽ ഏൺ ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറേ മണി ഏണിങ് ആപ്സിൽ ഉപയോഗിച്ചു. എനിക്ക് ലാസ്റ്റ് ഒരു 150ഓളം പേടിഎം ക്യാഷ് കിട്ടി. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് അത്ര വലിയ സക്സസ് ആയിട്ടാണ്. പിന്നെ ഞാനൊരു ബ്ലോഗ് തുടങ്ങി. അതും അത്ര വലിയ സക്സസ് ആയിട്ടാണ്. എന്നിട്ട് ഞാൻ ആഡ് മോബുമായി ഒരു തുൻകബിൾ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്, ഒരു ആപ്പ് ക്രിയേറ്റ് വെബ്സൈറ്റിൽ പോയി ഒരു സ്മോൾ ആപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ കുറച്ച് ആഡ് മൊബൈൽ കുറേ പരസ്യം ഇട്ടു. ബാൻഡ് ഐ ഡി, ഇൻഡസ്ട്രിയൽ, അത് അവർ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലാവും. അങ്ങനെ കുറേ ആഡ്സ് ഇട്ടു. എന്നിട്ട് ആഡ്സ് ഇട്ടിട്ട് ഞാൻ ഫുള്ള് എൻ്റെ ഫ്രണ്ട്സിന് മറ്റേ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ഒരു രസമായിട്ടാണ് ഒരു ആപ്പ് അത്ര ഇതായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചു. ഞാൻ ഉപയോഗിക്കുമ്പോൾ ഗൂഗിൾ ആഡ്സെൻസിലേക്ക് നമുക്ക് പെട്ടെന്ന് $0.1 എനിക്ക് കിട്ടി. $1 അല്ല, $0.1. ഞാൻ പെട്ടെന്ന് ഒരു ജസ്റ്റ് ഒന്നോ പതിനോടോ പരസ്യം നോക്കിയതേലോ അപ്പോഴേക്കും നമുക്ക് കിട്ടി. ഞാൻ എനിക്ക് ഭയങ്കര ആലോചിച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു VPNൽ കണക്ട് ചെയ്ത് ഞാൻ ആദ്യത്തെ ദിവസം അങ്ങനെ ഇങ്ങനെ പരസ്യം നോക്കി ഒരു $8 വരെ എത്തിച്ചു. പിറ്റേ ദിവസം ആകുമ്പോൾ, രണ്ടാമത്തെ ദിവസം ഞാൻ ആ ഗൂഗിൾ ആഡ്സെൻസിൽ പോയിട്ടാകുമ്പോൾ എൻ്റെ ഡോളർ കൗണ്ടിങ് ചെയ്യുമ്പോൾ $1 ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, എന്താ ഇങ്ങനെ ആയിപ്പോയത് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അന്നും കുറേ ഇങ്ങനെ പരസ്യം നോക്കി ഏകദേശം ഒരു $16 എത്തിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നോക്കുമ്പോൾ ആകെ $5 കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ട്രിക്ക് ഞാൻ എൻ്റെ VPNൽ വേറൊരു നല്ലൊരു VPN നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തു. അമേരിക്കയിലാണ് ഞാൻ സാധാരണ കണക്ട് ചെയ്യാറ്. അവിടെ നല്ല 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 അതായത് 3 കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. VPNൽ കണക്ട് ചെയ്തിട്ടാകുമ്പോഴാണ് നമുക്ക് ആ രാജ്യത്തെ പരസ്യം പറ്റുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ VPNൽ കണക്ട് ചെയ്തെങ്കിൽ ഇന്ത്യയിൽ ആഡ്വേർഡ്സിൽ കൊടുത്ത പരസ്യം വരും. അതുപോലെ തന്നെ അമേരിക്കയിൽ കൊടുത്ത അമേരിക്കയിലെ അങ്ങനെയാണ്. പിന്നെ IME നമ്പറെല്ലാം നോക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഗൂഗിൾ ആഡ്സെൻസ് IME നമ്പറെല്ലാം. അപ്പോൾ ഞാൻ IMEI നമ്പറും ചേഞ്ച് ആക്കി. ഫോണിൻ്റെ ഫുൾ ഇതെല്ലാം ചേഞ്ച് ആക്കി. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, റൂട്ട് ചെയ്യണം നമ്മളെ ഫോൺ. അങ്ങനെ ഞാൻ എല്ലാം ചേഞ്ച് ആക്കി നോക്കി. എന്നിട്ട് നമുക്ക് ഒരു $24 എല്ലാം ആയി. ഞാൻ എന്നിട്ട് വളരെ സന്തോഷിച്ചു. എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ദിവസം ഒരു $20 ആക്കാൻ സാധിച്ചെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ $100 ആക്കാൻ സാധിക്കും. അപ്പോൾ $100 നമുക്ക് 6000 ചില്ലറ രൂപ കിട്ടും. ആ ഒരാഴ്ച 6500 കിട്ടിയെങ്കിൽ ഒരു മാസം ഏകദേശം 25,000 രൂപ നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാം. ജസ്റ്റ് 1 മണിക്കൂർ പോലും ഈ ഗൂഗിൾ ആഡ്സെൻസിൽ വർക്കൗട്ട് ചെയ്യേണ്ട. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് കുറേ സ്വപ്നം കണ്ടു. പക്ഷേ എന്താ പറയുക, എല്ലാം പിറ്റേ ദിവസം നോക്കുമ്പോഴേക്ക് അതും ഒരു $6 വന്നു. 1.5 പിന്നെ 5.6. പിന്നെ നമുക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ട്രിക്ക്, ഒരു വേറെന്തോണ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്നിട്ട് ഒരു ദിവസം തൊട്ടടുത്ത ദിവസം ഞാൻ പരസ്യത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ആ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് നിന്നു. പിന്നെ ഞാൻ അങ്ങനെ 10 രൂപ പരസ്യം അങ്ങനെ ആക്കി നോക്കി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു $10 കയറി. ഞാൻ എന്നിട്ട് അത് പോവുമോ, വെറുതെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ അത് വെച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ഉണ്ട് ആ $10 തന്നെ ഉണ്ട്. എന്നിട്ടപ്പോൾ ഒക്കെ സംശയം, ഇതന്നെ ആയിരിക്കും ഇതിൻ്റെ ട്രിക്ക്. ഞാൻ എന്നിട്ട് അങ്ങനെ ഏൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും ആ പൈസ പോകേണ്ട സമയമായി. ഞാൻ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ പൈസ അങ്ങനെയുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയുക, ഞാൻ മുമ്പ് കണ്ട സ്വപ്നത്തിന് ഡബിൾ അത്ര വേഗത്തിലായി ഞാൻ സ്വപ്നം കണ്ട്. പൈസ എല്ലാം വെച്ചിട്ട് എന്താകണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഇത്. അങ്ങനെ ഏൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഏൺ ചെയ്ത് ഞാൻ ഏകദേശം ഒരു ദിവസം തന്നെ $24 ആക്കി. പിന്നെ മുമ്പത്തെ $8, ഏകദേശം എനിക്ക് $32 ഞാൻ വളരെ 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 സന്തോഷിച്ചു. പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്ക് ഒരു ക്യാപ്ഷൻ പോലെ വന്നു, യുവർ അക്കൗണ്ട് വാസ് ബ്ലോക്ക്ഡ് പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര ഇതായി. ഞാൻ നോട്ടിഫിക്കേഷൻസ് നോക്കുമ്പോൾ മെയിൽ വന്നിട്ടുണ്ട് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന്,
യുവർ അക്കൗണ്ട് വാസ് ബ്ലോക്ക്ഡ് കൈൻഡ്ലി എന്നെല്ലാം പറഞ്ഞിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എന്താ ഇത്ര സ്വപ്നം കണ്ടല്ലോ ഒറ്റ ഒരു സെക്കൻഡിൽ ഇതായി. ഞാൻ ഭയങ്കര ഇതായി. എന്നിട്ട് ഞാൻ ആലോചിച്ചു ഈ ആഡ്സെൻസിനെ കുറിച്ചിട്ട്. അപ്പം എനിക്ക് കുറച്ച് കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് അതെന്തെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് നമ്മളോട് നമ്മളെ ഞാൻ ഏൺ ചെയ്യുന്ന വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 30-40 സെക്കൻഡാണ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറേ കാശ് കിട്ടിയത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ നിങ്ങളെ ആത്മവിശ്വാസം ഇതാക്കുന്ന ഡിസ്മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, ഡിസ്കറേജ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ അനുഭവമെല്ലാം വെച്ചിട്ട് നിങ്ങൾ വേറൊരു രീതിയിൽ ട്രൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ ഈ വേയിൽ നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് എന്തായാലും ബ്ലോക്ക് ആവും. അത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ സൂക്ഷിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആഡിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ആ ആഡിൽ ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കയറി ഒരു $30 ആയിട്ടാകുമ്പോൾ അവർ അക്കൗണ്ട് ബ്ലോക്ക് ആക്കി. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ പൈസ അവർക്ക് കിട്ടുന്നു ഗൂഗിൾ ആഡ്സെൻസിൻ്റെ വർക്ക്. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കിലൂടെ ഇങ്ങനെ ഏൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം നിങ്ങളെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. നിങ്ങളെ ആപ്പ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് നിങ്ങൾ മറ്റേ നല്ല പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ മറ്റോ ഏതെങ്കിലും ഒരു നല്ല ആപ്പ് സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആപ്സ് ഇങ്ങനെ ആപ്പ് സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യുക. ആപ്പ് സ്റ്റോറല്ല, ഒരു ആപ്റ്റോയിഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് സ്റ്റോറാണ്, ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോർ. അതിലങ്ങനെ പബ്ലിഷ് ചെയ്യുക. വീഡിയോ നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ നോക്കിയതിൽ താങ്ക്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചേ. നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചിട്ട് വീഡിയോകൾ തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈയും ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ടെക് എക്സ്പ്രസ്.